നമ്മളിവിടെ കുറ്റിമുല്ല ഗ്രോ ബാഗിൽ നട്ടതാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത്. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഗ്രോ ബാഗിലുള്ളതാണ്. അത് ഗ്രോ ബാഗിൽ പിടിച്ചിട്ട് ഒരു വർഷമായി നല്ല തലയെടുപ്പോട് കൂടിയായി കഴിഞ്ഞാൽ കുഴിയിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, മഴക്കാലത്താണ് ഏറ്റവും വെക്കാൻ നല്ല സമയം. അപ്പോൾ നമ്മളിവിടെ ഗ്രൗണ്ടിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. ഒരടി ആഴം, അത് നമ്മളെ ഗ്രൗണ്ടിന് അല്ലെങ്കിൽ നമ്മളെ സ്ഥലത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഒരടി ആഴം ഒരടി വ്യാസം, അല്ലെങ്കിൽ 1.5 അടി ആഴം 1.5 അടി വ്യാസമുള്ള ഒരു കുഴി ഉണ്ടാക്കി. ഇപ്പോൾ ഇത് സാധാരണ കൃഷി സ്ഥലമാണ്. അപ്പോൾ മണ്ണൊക്കെ നല്ല വളർച്ചുള്ള സ്ഥലമായതുകൊണ്ട് മണ്ണിൻ്റെ pH ഒക്കെ ക്ലിയർ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട വളം ഇതിലിടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, ഇത് ഒരു ഗ്രോ ബാഗിൽ പിടിപ്പിച്ചിട്ടുള്ള ചെറിയ കുറ്റിമുല്ലയുടെ തലപ്പുകൾ, വേര് പിടിപ്പിച്ച കുറ്റിമുല്ലയുടെ തലപ്പുണ്ട്. അതുപോലെ നമ്മൾ വലിയ തൈ, അതായത് മൊട്ടുള്ള അങ്ങനത്തെ വലിയ തൈ കർഷകരുടെ അടുത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന തയ്യൊന്നുമില്ലേ, അങ്ങനത്തെ തൈ ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ട്, അതേപോലെ വാങ്ങുന്ന തയ്യും. ഇങ്ങനത്തെ ഞാൻ പറയില്ല, ഇതിൻ്റെ വേര് പടലങ്ങൾ ഇത്ര ദൃഢമായിട്ടും കൂടുതൽ വേരും വരുന്നത് ഒന്ന് മണലിൽ പാകുന്നതുകൊണ്ട്, രണ്ടാമത് വാമുവിൻ്റെ ഉപയോഗമാണ് പറഞ്ഞത്. ഇത്രയുള്ള വേരുള്ള തൈകളാണ് നമ്മൾ നടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഈ കുഴിയുടെ ഉള്ളിലേക്ക് ഇതിൽ വളം ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എല്ലുപൊടിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. കുഴിയാണ്, ആ കുഴിയിലെ മണ്ണൊക്കെ എടുത്തു, ഒരടി വ്യാസം ഒരടി ആഴമുണ്ട് വ്യാസമുള്ള കുഴി. അതിൽ നല്ല ഫ്രഷ് എല്ലുപൊടി, അതായത് എല്ല് നല്ലോണം ഫൈൻ പൗഡർ ഇല്ലാതെ ചതച്ചതാണ്. അതിലെ മാംസത്തിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വളത്തിന്റെ മൂല്യം കൂടും. എല്ലുപൊടി വിതറിയിട്ട് പിന്നെ അതിലേക്ക് നമ്മളുടെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളമാണ്. മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പും മണ്ണാക്കും എല്ലാ കോഴിക്കാഷ്ടം ആട്ടുംകാട്ടും എല്ലാം കൂടിയുള്ളൊരു പൗഡറാണ്. അപ്പോൾ അതിൻ്റെ ആ വളം, അതായത് മണ്ണിര കമ്പോസ്റ്റ് മാത്രം ഇട്ടാലും മതി. നമ്മളതൊരു പിന്നെ ചാണകപ്പൊടി ഇപ്പോൾ ഇത് ഇടുന്നില്ല. ഇതിൽ നമ്മൾ ഈ വളം ഇതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഈ മണ്ണ്, ഈ കുഴിയിൽ നിന്ന് എടുത്ത മണ്ണ് കുറച്ച് അതിൻ്റെ മേലെ നമ്മൾ ഒന്ന് വെറുതെ വെതറുകയാണ് കേട്ടോ. ഇനി ചെയ്യുന്നത്, നമ്മൾ സ്ഥിരം നമ്മളെ പ്രോഗ്രാമുകളിൽ എപ്പോഴും പറയുന്ന സാധനമാണ് വാം എന്ന് പറയുന്ന സാധനം. ഈ വാം അപ്ടെക്കിൻ്റെ വാമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വാം എന്ന് പറഞ്ഞ സാധനം ഇത് മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, വേരിൽ വരുന്ന അസുഖങ്ങളൊക്കെ ഇത് പ്രതിരോധിക്കും. രണ്ടാമത്തെ ഒന്നുള്ളത്, ഇത് ഈ വേരിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കും. ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുക പറഞ്ഞാൽ, ഈ ഇത്രയും വേരുള്ള ഒരു ചെടി വെച്ചാൽ ഇതിൻ്റെ ഒരു 3 ഇരട്ടി വേരിലേക്കും കൂടി ഈ നാരുവേരുകൾ ധാരാളമായിട്ട് നിറയും. അതുപോലെ ഇതിൻ്റെ വണ്ണവും കൂടുതലും. അപ്പോൾ ചെടിക്ക് കൂടുതൽ ആഹാരം വലിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഈ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം. പിന്നെ വേരിലേക്ക് വരുന്ന ഒരു സെക്യൂരിറ്റി പോലത്തെ ഈ വേരിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കും. അതിലേക്ക് പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളെ, അതായത് വേരിന് വരുന്ന അസുഖങ്ങളൊക്കെ അത് തടയും. അതാണ് വാമിൻ്റെ ഗുണം. വാമ് നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചൊന്ന് പരിചയമുള്ള ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാവട്ടെ, വാമാണ്. ഈ വാമ് നമ്മൾ ഇതിൽ വെതറി കൊടുത്തു. 1 സ്പൂൺ വാമാണ് ഒരു ചെടിക്ക് ഇടാൻ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വാമ് വെതറി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു 4 കൊമ്പ്, ചെറിയ കൊമ്പുകളായിട്ട് വേര് പിടിപ്പിച്ചിട്ടുള്ള നമ്മളുടെ കുറ്റിമുല്ല, ഒരു 4-5 ചെറിയ കൊമ്പുകളാണ്. അത് അതിലേക്ക് ഇറക്കി വെച്ചു. ഞാൻ പറഞ്ഞു, ഇത് സാധാരണ വീടുകളിൽ വളർത്തുന്ന ആളുകൾ ഒരു കൊമ്പൊക്കെ വെച്ചാൽ മതി കേട്ടോ. നമ്മളിതിപ്പോൾ കൃഷിക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ കുറ്റിമുല്ലയുടെ വലിയ തോട്ടം, ഇതിൽ കുറച്ച് കുറ്റിമുല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതിലേക്ക് വെക്കുക. അപ്പോൾ അവർക്ക് നമുക്കിതിൽ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും വേണം, നല്ലോണം പൂവും കിട്ടണം. അപ്പോൾ ഒരു കൊമ്പ് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് അധികം വലുപ്പം എത്തില്ല. അപ്പോൾ ഇതിലിപ്പോൾ 4 കൊമ്പ് 5 കൊമ്പ് ചെറിയ കൊമ്പും വേര് പിടിപ്പിച്ച കൊമ്പും 2 വലിയ ചെടിയും വെച്ചു. 2 ഭാഗത്തായിട്ട് നമ്മൾ 2 ചെടി ഇങ്ങനെ വെച്ചു കൊടുത്തു. ഈ ചെടി വെച്ചിട്ട് ഇനി നമ്മളിത് മണ്ണിട്ട് ഒന്ന് പിടിപ്പിക്കുകയാണ്. ഒന്ന് ഫുള്ള് മണ്ണിൽ ആ വേര് പടലങ്ങളെ മണ്ണിട്ട് മൂടുന്ന തരത്തിലേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്തു. വേര് പടലങ്ങളെ മാത്രം മണ്ണിട്ട് മൂടുന്ന തരത്തിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഒരു നന കൊടുക്കും. നല്ല വെയിലാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതിലേക്കൊരു ഓല കൊണ്ടുള്ള ഒരു ചെറിയ തണൽ കൊടുക്കുക. ചെറിയ തോതിൽ ഒരു തണൽ കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ കുഴിയുടെ ഒരു 1/4 ഭാഗം മൂടി. അതൊന്ന് മറ്റു ചെടീൻ്റെ പോലെയല്ല, ഒന്ന് അമർത്തി കൊടുക്കുക. കുഴിയൊക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു. ഇനി ഇതിൽ ആവശ്യമായ തോതിൽ ഒരു ചെറിയ തോതിൽ വെള്ളം, ഒരു ചെറിയ തോതിൽ വെള്ളം കൊടുക്കാം. ഇതിൽ ലേശം വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട. ആ വാമൊക്കെ ഇട്ട് കൊടുത്താണ് ആ വളമൊക്കെ നനയുന്ന തരത്തിലുള്ള ഒരു വെള്ളം കൊടുത്തു. ഇപ്പോൾ ഇതിൽ ഈ വളർച്ചയായി. ഇനി നാളെ രാവിലെയും നാളെ വൈകുന്നേരം ഓരോ നന, അത്യാവശ്യം നല്ലൊരു നന കൊടുത്താൽ ഇപ്പോൾ ഇത് പിടിച്ചു കിട്ടും. കാരണം ഇത് ചൂടിൽ വേഗത്തിൽ പിടിക്കുന്ന പറയും ഇതിൻ്റെ വേര് പടലം. ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. നിലത്ത് കൊടുക്കാൻ വേണ്ടി, നിലത്ത് വെച്ച ചെടികൾക്ക്
ബേസിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുത്തു, വെള്ളവും കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ ഒരു മാസം വേറെ ഒന്നും ചെയ്യുന്നില്ല, വെള്ളം മാത്രം 2 നേരവും കൊടുക്കും. മഴ പെയ്താൽ പെയ്യും, അല്ല മഴ പെയ്യാത്ത ദിവസങ്ങളിൽ 2 നേരവും വെള്ളം കൊടുക്കും. ഒരു മാസത്തിന് ശേഷമാണ് ഇനി ഇതിൽ ഫസ്റ്റ് വളപ്രയോഗം ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മൊട്ടൊക്കെ ഉള്ള ഇതാണ്, ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത്. ഫസ്റ്റ് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒരു തവണ ഇലയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കൃത്യമായ വളപ്രയോഗം. ഇപ്പോൾ ഇത് പ്രൂൺ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ചെടി പറിച്ചെടുത്തതാ. അപ്പൊ വേരുപടലങ്ങൾ മണ്ണായിട്ട് സെറ്റ് ആവാൻ സമയമെടുക്കും. എന്നാൽ ഞാൻ ഗ്രോ ബാഗിൽ നടുമ്പോൾ വീഡിയോ കാണിച്ചതിൽ നിങ്ങൾ ഗ്രോ ബാഗിൽ നട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അത് ഫസ്റ്റ് ഹാർഡ് പ്രൂണിങ് നടത്താൻ പറ്റും. അതിന്റെ ആവശ്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഒരു നിലത്ത് എങ്ങനെയാണ് നടുക, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിൽ കാണാം ഇതിന്റെ ഒരു ചെടി അടുത്ത ചെടിയും തമ്മിലുള്ള വരികളായിട്ടുള്ള അകലം 1 മീറ്ററും നിരകളായിട്ടുള്ള അകലം 1.25 മുതൽ 1.5 മീറ്ററും ആയിരിക്കും. കാരണം ഇത്രയും വട്ടത്തിൽ നിറഞ്ഞു നിൽക്കാനാണ്. അപ്പൊ നിലത്ത് എങ്ങനെയാണ് കുഴിച്ചിടുക എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ വളപ്രയോഗം കൊടുക്കുക, നല്ല രീതിയിൽ വളർത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക. അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.